ഹലോ, സോ ഇന്ന് ഒരു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കല്ലുമ്മക്കായ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 250 ഗ്രാമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് എന്നാൽ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജിത്തുവായിട്ടിന് കണ്ണൂർ ഉണ്ടായിരുന്ന സമയത്ത് ഓർമ്മകളിലൊന്നാണ് ഈ കല്ലുമ്മക്കായ. അപ്പോൾ ഇവിടെ അങ്ങനെ ആക്റ്റീവായിട്ട് അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ വി തോട്ട് ഓഫ് ലൈക്ക് ബൈങ് കുറച്ച് എടുത്ത് മേടിച്ചിട്ട് നമുക്കത് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതിനായിട്ട് നമ്മൾ കല്ലുമ്മക്കായ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് റൈസിന് വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ആൻഡ് നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ് കേട്ടോ നമുക്കിതിനായിട്ട് മെയിനായിട്ട് വേണ്ടത്. ആൻഡ് ഒരു ലെമൺ കൂടി വേണം. അപ്പോൾ നന്നായിട്ട് അത് വഴിച്ച് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, കല്ലുമ്മക്കായ ഒന്ന് വറുത്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ആ ഒരു കളറൊക്കെ ഇങ്ങനെ ടെക്സ്ചർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്കത് മാറ്റാം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് റബ്ബർ പോലെയല്ല, എന്നാൽ ഒരു സോഫ്റ്റായിട്ട്. എല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ 250 ആണെന്നുണ്ടെങ്കിൽ ഷെല്ലെല്ലാം മാറ്റി അതിനുള്ളൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ കുറച്ചൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ എടുത്തിരുന്നാൽ മതി. ആൻഡ് ആ കല്ലുമ്മക്കായ റോസ്റ്റ് ചെയ്ത അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് സവാള നന്നായിട്ട് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഉപ്പും അതുപോലെ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്താൽ മതി. ആൻഡ് അതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് നന്നായിട്ട് അതൊന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് അതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഓൾറെഡി ഞാൻ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തക്കാളിയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, തക്കാളി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ്സത്തേക്ക് നമുക്ക് ആ പാൻ എന്ത് ചെയ്യാം, അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് അടപ്പടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് എടുക്കുമ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മസാലകൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എരിവ് അനുസരിച്ചാണ്, ഇപ്പോൾ ഞാൻ പച്ചമുളക് യൂസ് ചെയ്തത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാനൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ കൂടി അതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഒന്ന് സ്റ്റർ ചെയ്തതിന് ശേഷം അതിലോട്ട് ഞാനൊരു 3 സ്കൂപ്പ് ഓഫ് കേർഡ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം 3 സ്പൂണാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കല്ലുമ്മക്കായയുടെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഉണ്ടാക്കി വെച്ച് ഞാൻ ജീരകശാല റൈസാണ് എടുത്തത്, അത് വെച്ച് നമ്മളൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ മീനും കൂടി വറുക്കുന്നുണ്ട്. സോ ഇന്ന് നമുക്ക് ഊണിനായിട്ട് നമ്മുടെ വറുത്ത മീനുണ്ട്, അതുപോലെ തന്നെ ബീട്രൂട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, പപ്പടം, നമ്മുടെ കല്ലുമ്മക്കായ ബിരിയാണി. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കല്ലുമ്മക്കായ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവേർഡാണ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.